നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം പുന്നകൈ പുതിരിൽ തടുമാറും ഹൃദയം. ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇത്രയും നാൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. സ്മ്യൂളിൽ വാട്സാപ്പ് മ്യൂസിക് ഗ്രൂപ്പിലൊക്കെ പാട്ട് എൻജോയ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയാണ് അപ്പോൾ സിനിമയിലേക്ക് വന്നത്? സിനിമയിൽ മോൻ മുജി മജീദിൻ്റെ അഡീഷണൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ അവൻ റെസ്റ്റിന് വന്നതാണ്. വേറെ ഫിലിമിൻ്റെ വർക്ക് കഴിഞ്ഞ് റെസ്റ്റിന് വന്ന സമയത്ത് ഞാൻ അടുത്ത വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മേ ഒരു പാട്ടൊന്ന് 2 ലൈൻ പാടാവോ എന്ന് ചോദിച്ചു. പിന്നെ പാട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോനെ അതെനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സാറില്ല ഞാൻ പറയണോ, ഇപ്പോൾ ഡയറക്ടർ അവിടെ ഇരിക്കുവാണ്, അപ്പോൾ അമ്മയുടെ വോയിസ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പാടി തന്നു. ഞാൻ വീട്ടിലിരുന്നാണ് ആദ്യം വേറൊരു ലിറിക്സ് ആയിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ പാടി. അപ്പോൾ പാടി അത് അയച്ചു കൊടുത്തപ്പോൾ ഡയറക്ടർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേഗം ഒറിജിനൽ ലിറിക്സ് വന്നു, അതിൽ ഞാൻ പാടി. മമ്മൂക്ക കേട്ടതിന് ശേഷമാണ് പറഞ്ഞത് ബാക്കി 2 പാട്ടും കൂടി എനിക്ക് തരാൻ വേണ്ടിയിട്ട്. പിറവിയുടെ ആഘോഷമാണല്ലോ ക്രിസ്മസ്. അതെ അതെ. ചേച്ചിക്ക് ഒരു പുതിയ പിറവിയാണ്. അതെ അതെ തീർച്ചയായിട്ടും. അതെ. ഇപ്പം എങ്ങനെ പുതിയ ആളുകളൊക്കെ വിളിക്കുന്നുണ്ടോ? ഒരുപാട് പേര് വിളിക്കാറുണ്ട്. കാര്യം ഇത്രയും ഫേമസ് ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ. ത്രൂ ഔട്ട് സിനിമയിൽ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്തായാലും പാടി. പക്ഷേ ലിറിക്കൽ വീഡിയോ ആണ് ആദ്യം ഇറങ്ങിയത് മമ്മൂക്കയുടെ അനുഭവത്തോടുകൂടി. പക്ഷെ ആ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റായി. എനിക്ക് UK, കാനഡ അവിടെ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശബ്ദത്തിന് ജാനകിയമ്മയുടെ ശബ്ദത്തിൻ്റെ ഒരു പറയാറുണ്ട്. സ്മ്യൂളിലും വാട്സപ്പ് മ്യൂസിക് ഗ്രൂപ്പിലൊക്കെ പാടുമ്പോൾ വാണിയമ്മയുടെ പാട്ട് പാടുമ്പോൾ പറയും ആ ഒരു വോയിസിൻ്റെ കൾച്ചർ ഉണ്ടെന്ന് പറയും. ജാനകിയമ്മയുടെ വോയിസും അങ്ങനെ തന്നെ പറയും. മിമ്മിൻ ചേച്ചിയുടെ പാട്ടുകൾ പാടുമ്പോഴും അങ്ങനെ തന്നെ എല്ലാവരും പറയാറുണ്ട് അത് നേരത്തെ മുതൽ. അപ്പോൾ ഈ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ ഒരു ക്രിസ്മസ് സമ്മാനം കൊടുക്കാനല്ലേ? ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ.